കർത്തൃസന്നിധി ചേർക്കപ്പെട്ട പ്രിയ മേഴ്സി വിനോദ് എക്സൽ VBS പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിരുന്നു. പ്രിയ വിനോദ് പാസ്റ്റർ അനേക വർഷങ്ങളായി വിവിധ സ്ഥലങ്ങളിൽ കടന്നു പോവുകയും എക്സലിൻ്റെ VBS പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്തൊരു ദൈവദാസനാണ്. സിസ്റ്ററുടെ വിയോഗത്തിൽ ഞങ്ങൾ എക്സൽ കുടുംബം ദുഃഖിക്കുന്നു. നിത്യതയിൽ കാണാമെന്നുള്ള വലിയ പ്രതീക്ഷ നമ്മുടെ ഉള്ളിലുണ്ട്. മരണം കൊണ്ട് തീരുന്നില്ലല്ലോ, അതിനപ്പുറത്ത് ദൈവം നമുക്ക് തരുന്ന നിത്യതയുടെ തുറമുഖത്ത് പ്രിയ സിസ്റ്റർ മേഴ്സിയെ കാണാമെന്നുള്ള പ്രതീക്ഷയുണ്ട്, പ്രത്യാശയുണ്ട്. ദൈവം കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ വിനോദ്, അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി മേഴ്സി വിനോദ് കഴിഞ്ഞ ദിവസം താൻ പ്രിയം വെച്ച നിത്യതയിൽ ചേർക്കപ്പെട്ടു. എക്സൽ മിനിസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം പ്രിയ ദൈവദാസിയുടെ ദേഹവിയോഗം വളരെ ദുഃഖം തരുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷത്തെ ഒരു VBSൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഹൃദയം വല്ലാതെ വേദനിച്ചു. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് VBSൽ സജീവമായിട്ട് പ്രവർത്തിക്കുകയും വിനോദ് പാസ്റ്ററോട് ഒരുമിച്ച് കർത്തൃശുശ്രൂഷയിൽ അധ്വാനം ചെയ്യുകയും ചെയ്ത ഒരു ദൈവദാസിയാണ് മേഴ്സി സിസ്റ്റർ. ആ കുടുംബത്തിലെ ദുഃഖത്തിൽ എക്സൽ മിനിസ്ട്രീസ് പങ്കുചേരുന്നു. എൻ്റെ പ്രിയ സ്നേഹിതൻ പാസ്റ്റർ വിനോദ് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി എക്സൽ മിനിസ്ട്രീസിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് ദൈവം കൃപ നൽകുന്നു. കർത്താവിൻ്റെ ദാസിൻ്റെ സഹധർമ്മിണി സിസ്റ്റർ മേഴ്സി ഈ ലോകത്ത് നിന്ന് യാത്രയായി. മാനുഷികമായിട്ട് നമുക്ക് ദുഃഖമുണ്ടെങ്കിലും സ്വർഗീയ പ്രത്യാശ നമ്മുടെ ഉള്ളിൽ ദൈവം നൽകിയതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ ദാസനെയും കുടുംബാംഗങ്ങളെയും സർവശക്തനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെയും കുടുംബത്തിൻ്റെയും ദുഃഖവും പ്രത്യാശയും അറിയിക്കുന്നു. ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. പ്രിയ മേഴ്സി സിസ്റ്ററിനെ എനിക്ക് നല്ലോണം അറിയാം. എക്സൽ ടീമിനോട് ചേർന്ന് അനേക കുഞ്ഞുങ്ങളിടയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു ആക്റ്റീവായിട്ടൊരു മെമ്പറായിരുന്നു പ്രിയ മേഴ്സി സിസ്റ്റർ. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും ശാരീരികമായിട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പലപ്പോഴും ഓഫീസിൽ കടന്നു വരുമ്പോൾ വീട്ടിലോട്ടും വന്നാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ വിശേഷങ്ങൾ പറയുകയും ദൈവസ്ഥലം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒത്തിരി അവസരങ്ങൾ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഈ രോഗസമയത്തൊക്കെയും ഈ മേഴ്സി സിസ്റ്ററെ കാണുമ്പോൾ ഒരിക്കലും രോഗമുണ്ടെന്ന് പലപ്പോഴും നമുക്ക് തോന്നത്തില്ല. എപ്പോഴും സന്തോഷത്തോടെ ചിരിക്കുന്ന ഒരു ഫേസാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. മേഴ്സി സിസ്റ്ററിൻ്റെ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ മനസ്സിന് വളരെ വേദന തോന്നി. വേളയിൽ ഞങ്ങൾ ഒരുമിച്ച് പങ്കുചേരുന്നു. പ്രിയ വിനോദ് പാസ്റ്ററേയും മറ്റ് ഫാമിലി മെമ്പേഴ്സിനെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. VBSന്റെ പ്രാരംഭകാലം മുതൽ എക്സൽ മിനിസ്ട്രീസിൻ്റെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനായ പാസ്റ്റർ വിനോദ് പ്രത്യേകമായിട്ട് കേരളത്തിൻ്റെ വടക്കൻ ജില്ലകളിൽ കഴിഞ്ഞ ദീർഘനാളുകളായി VBS പ്രവർത്തനങ്ങളോട് ബന്ധത്തിൽ യാത്ര ചെയ്യുന്നൊരു ദിവസമാണ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് തനിക്ക് കുടുംബമായി പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട് ജില്ലകളിലൊക്കെ VBSയുള്ള ബന്ധത്തിൽ കടന്നു പോകുന്ന ഒത്തിരി കുഞ്ഞുങ്ങളെ കർത്താവിന് വേണ്ടി നേടുവാനും കഴിഞ്ഞ ഒരു കുടുംബമാണ്. കഴിഞ്ഞ ദിവസത്തെ പ്രിയ കർത്തൃദാസി മേഴ്സിയുടെ വേർപാട് മാനുഷികമായി എക്സൽ VBSനെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വേദന ഉളവാക്കുന്ന ഒന്നാണെന്ന് എങ്കിലും കർത്താവിൽ പ്രത്യാശ വച്ച പ്രിയ സഹോദരി തൻ്റെ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു. നിത്യതയിൽ കാണാം എന്നുള്ള പ്രത്യാശയോടെ ഞങ്ങളുമായിരിക്കുന്നു. പ്രത്യേകിച്ച് കർത്തൃദാസന് എല്ലാവിധമായ അനുശോചനങ്ങളും പ്രത്യാശയുടെ വചനങ്ങളും അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും. എക്സൽ മിനിസ്ട്രീസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബമാണ് കർത്താവിൻ്റെ ദാസൻ വിനോദ് പാസ്റ്ററും കുടുംബവും. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ സഹോദരി മേഴ്സി സഹോദരി രോഗബാധയെന്ന് അറിയാനിടയിൽ തീർന്നു. ആ സമയത്തൊക്കെ പോയി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ എല്ലാം ദൈവം ഭാഗ്യം. എന്നാൽ കഴിഞ്ഞ ദിവസം കേട്ട വാർത്ത വളരെ ദുഃഖകരമായ ഒന്നായിരുന്നു. പ്രിയ സഹോദരി ഇതിൽ ചേർക്കപ്പെട്ടു. എങ്കിലും ദൈവദാസന് ദൈവം കൊടുത്ത പ്രത്യാശയ്ക്കായി ദൈവത്തോട് നന്ദി അർപ്പിക്കുന്നു. പ്രിയ കുടുംബത്തെ ദൈവം ധാരാളമായി ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ നിദ്ര പ്രാപിച്ച മേഴ്സി വിനോദിനെ എക്സൽ മിനിസ്റ്ററോടുള്ള ബന്ധത്തിൽ ദീർഘനാളുകളായിട്ട് പരിചയമുണ്ട്. തൻ്റെ മുഖത്ത് എപ്പോഴും നിറഞ്ഞ പുഞ്ചിരിയും ഏറെ സൗമ്യതയോട് മാത്രം മറ്റുള്ളവരെ സമീപിക്കുന്ന തൻ്റെ വ്യക്തിത്വം എന്നെ വളരെയധികം ആകർഷിച്ചിരുന്നു. കർത്താവിന് വേണ്ടി ലഭിച്ച ആയുസ്സിൽ വളരെയധികം പ്രയോജനപ്പെടുവാൻ കഴിഞ്ഞു എന്നുള്ളത് തൻ്റെ ജീവിതത്തെക്കുറിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എത്ര കാലം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ജീവിക്കുന്ന അത്രയും നാൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവം തന്നെ ഉപയോഗിച്ചു. തൻ്റെ പ്രിയപ്പെട്ടവരെ അമ്മയെ ആശ്വസിപ്പിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞ ദൈവം അധികമായി ആശ്വസിപ്പിക്കട്ടെ. നിറഞ്ഞ ദൈവിക പ്രത്യാശയോടെ അക്കരെ നാട്ടിൽ ചെന്ന് കർത്താവിനോട് ചേർന്ന് പ്രിയ സിസ്റ്ററിനെ കാണാമെന്നുള്ള വലിയ സന്തോഷം ഞങ്ങളെ ഭരിക്കുന്നു. ആ വലിയ പ്രത്യാശയോടെ യാത്രാമനുഷ്യരുള്ളൂ. എക്സൽ മിനിസ്ട്രീസ് എന്ന കുടുംബത്തോട് ഒരുപാട് അടുത്തുനിന്ന ഭവനമാണ് പാസ്റ്റർ വിനോദ് ആൻഡ് ഫാമിലി. എന്നാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഭാര്യ
മേഴ്സി ആൻറ്റി താൻ പ്രിയം വെച്ച കത്തരസന്ധിയിൽ ചേർക്കപ്പെടുവാനിടയായി. കഴിഞ്ഞ വർഷങ്ങളിലും അവർ കുടുംബമായി നമ്മുടെ എക്സൽ VBSൽ സജീവമായി പങ്കെടുത്തിരുന്നു. അനേകം കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും അവരെ നന്നായി മോൾഡ് ചെയ്തെടുക്കുവാനും ഒക്കെ അവരെ ദൈവം കുടുംബമായി സഹായിച്ചിരുന്നു. ഈ തരുണത്തിൽ ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള അഗാധമായ ദുഃഖത്തെ രേഖപ്പെടുത്തുന്നു. സർവകൃപാലുവായ ദൈവം പാസ്റ്റർ വിനോദിനെ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന്